രണ്ട് വീട്ടുകാർ തമ്മിൽ സംസാരിച്ചെന്നല്ലേ ഉള്ളൂ. അടുത്ത വർഷം എന്റെ കല്യാണം ഉണ്ടാവും. അവളോട് അപ്പ ഒന്ന് നനച്ചേനാ നടത്തുവാറ്. കാണുന്നവർക്ക് നമ്മുടെ ഇഷ്ടം വെറും കുട്ടി പ്രേമം മാത്രമായിരിക്കും. വിൻസെന്റ് ഗോമസ് വള്ളിയെടുത്ത് തലയിൽ വെക്കണം. എല്ലാം കൂടെ ആലോചിച്ച് ചുമ്മാ ഭ്രാന്ത് പിടിക്കണം. ഞാൻ പോകുന്നു മെർലിന്റെ ഫാദറിന്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കും. ഒരു പ്രശ്നമില്ല, നീ പോയിട്ട് ഇവിടെ ആമ്പിളരുണ്ടെന്നുള്ള കാര്യം. കേശുവും മെർലിൻ ബന്ധം എന്തായി എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു എപ്പിസോഡായിരുന്നു. അപ്പൊ അതെന്തായാലും സിദ്ധു വന്നതിന്റെ കൂടെ തന്നെ അവര് തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ വിൻസെന്റ് ഗോമസ് അവസാനം എന്ത് പ്രശ്നം ഉണ്ടാക്കിയോ ഇല്ലെങ്കിൽ കല്യാണം വേറെ മെർലിൻ കഴിച്ചു പോയോ എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ഒരു ഉത്തരവായിട്ട് മെർലിൻ തിരിച്ചു വന്നിരിക്കുകയാണ്. മെർലിന്റെ കല്യാണം എന്തായാലും കഴിച്ചിട്ടില്ല, അതിൽ നമുക്ക് സന്തോഷിക്കാം. കേശുവും മെർലിനും തന്നെ ഒന്നിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പം സിദ്ധുവും ശങ്കരമ്മാവനും കൂടി മെർലിന്റെ കേശുവിന്റെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവര് മുൻകൈ എടുത്ത് കേശുവിന്റെ മെർലിന്റെ ആ ഒരു കല്യാണം നടത്തുന്ന ആ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ അടുത്ത് തന്നെ നമ്മുടെ മെർലിന് കേശുവിന്റെ കല്യാണം നമുക്ക് ചിലപ്പോൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. പക്ഷേ കേശുവിന് അത്ര ഏജ് ആയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെ വരുന്നുണ്ട്. ഞാനിങ്ങനെ സംസാരിക്കുന്ന എൻ്റെ തൊണ്ട നല്ല വേദന ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ അടുത്ത് തന്നെ കേശു മെർലിന്റെ ഒരു മാരേജ് കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യം ഉണ്ടാവും.